ഗായ്സ് ഈ ഒരു വീഡിയോ PSC പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്നവർക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റ് വരെ കാണുക. സൗണ്ട് കുറച്ച് ത്രോട്ട് പെയിൻ ഉള്ളതുകൊണ്ട് ചില സമയം നല്ല ബാസിലും ചില സമയം ലോ ആയിട്ടും കേൾക്കും, അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ കാര്യം ഞാൻ വേഗം തന്നെ പറയാം. നമുക്ക് ഈ ടൈം ലൈൻ പഠിക്കാൻ നേരത്ത് വർഷങ്ങൾ ഓർത്തിരിക്കാൻ ഭയങ്കര പാടായിരിക്കും. വർഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. എനിക്ക് പേഴ്സണലി ആ ഫസ്റ്റ് ടൈമിലൊക്കെ ഇതെങ്ങനെ മൈൻഡിൽ നിൽക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാണ് ഏകദേശം വർഷവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും എനിക്ക് മൈൻഡിൽ നിൽക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കത്താൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എഴുതി പഠിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കിട്ടുക അത് മൈൻഡിൽ സെറ്റാക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡൊക്കെ ഇട്ട് ഞാനങ്ങനെ സെറ്റാക്കലായിരുന്നു. പക്ഷേ നമ്മൾ അതേ സാധനം ഒരു വിഷ്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ സംഭവം വിഷ്വലായിട്ട് കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ഓർമ്മ കിട്ടും. അങ്ങനെ ഈ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാൻ കാരണം, എൻ്റെ ഫ്രണ്ട്സ് ഇന്നലെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന്. ഇത് ഒരു വോട്ട് കഥ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനോരമ ന്യൂസിൻ്റെ ഒരു സീരീസ് ആണ്. കുറേ വർഷങ്ങളായി അവരത് ഇറക്കിയിട്ട്. നമ്മുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പഠിക്കുന്നവർക്ക്, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പഠിക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇത്. കാരണം നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് അതിൻ്റെ ടൈം ലൈൻ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. 1947 ശേഷം, നമുക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം ഇന്ത്യക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതായത് ഇന്ത്യ വിഭജനം, അഭയാർത്ഥി പ്രവാഹം, പിന്നെ ഫസ്റ്റ് എലക്ഷൻ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും വളരെ വൃത്തിയായിട്ടൊരു സിനിമ കാണുന്നൊരു എഫക്റ്റിൽ നമുക്കൊരു 7 പാർട്ടുകളായിട്ട് മനോരമ ന്യൂസിൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത്ഭുതമാണ് ഇന്ത്യ എന്ന രാജ്യം. അതിലേറെ അത്ഭുതമാണ് ഈ രാജ്യത്തിലെ ജനാധിപത്യം. സ്വാതന്ത്ര്യത്തോടൊപ്പം നെഹ്റുവിന് കൈമാറിക്കിട്ടിയത് പിന്നൊരിക്കലും ഒരു ഭരണാധികാരിക്കും നേരിടേണ്ടി വരാത്ത വെല്ലുവിളികളുമായിരുന്നു. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇത് കാണുമ്പോൾ നിങ്ങൾ അതിനകത്ത് വർഷം പറയുന്നതും അതുപോലെ ആ സംഭവം ഒന്ന് സ്ട്രെസ് ചെയ്ത് കേട്ടാൽ മതി. നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആകുന്നൊരു സാധനമാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ട് ഇരുന്ന് കണ്ടപ്പോൾ ഇത് നല്ല ഐഡിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.